ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബിഗ് ലേണിംഗ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 MDS എക്സാം. അപ്പോൾ അത് നമുക്ക് വരാൻ പോവുകയാണല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുൻ വർഷങ്ങളിൽ MDS എക്സാമിന് ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റിക് GKയുടെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ മുൻ വർഷങ്ങളിൽ ഏതൊക്കെ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഡിസ്കഷനുമാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ചോദ്യം, ഹൗ മെനി ടൈംസ് ദ ഏഷ്യൻ ഗെയിംസ് ഹാവ് ബീൻ ഹെൽഡ് ഇൻ ഇന്ത്യ? നമ്മുടെ സ്ട്രാറ്റജിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. സോ കൃത്യമായി നിങ്ങൾ സ്പോർട്സ് റിലേറ്റീവുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അതിലേറ്റവും പ്രധാനമാണ് ഇവൻറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ഇതൊക്കെ നമുക്കൊരു മെയിനാണ്. അപ്പം അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിനൊക്കെ പല ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിക്കും. ഇവിടെ ചോദിച്ചൊരു സിമ്പിൾ ചോദ്യമാണ്, ഏഷ്യൻ ഗെയിംസ് എത്ര തവണയാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്? ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ 2 തവണയാണ് നടന്നത് കേട്ടോ. എത്ര തവണയാണ്? 2 തവണയാണ് ഏഷ്യൻ ഗെയിംസ് എവിടെ നടന്നത്? ഇന്ത്യയിൽ നടന്നത്. അതിലൊന്ന് 1951 അത് കഴിഞ്ഞ് 1982. ഇങ്ങനെ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ എന്ത് നടന്നത്? ഏഷ്യൻ ഗെയിംസ് കണ്ടക്ട് ചെയ്തത്. 1951 1982. ഓക്കെ, അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ഇപ്പോൾ, കാരണം കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ 1 തവണ നടന്നിട്ടുണ്ട്. 1 തവണ, അത് 2010. പിന്നെ ഇതെല്ലാം ന്യൂഡൽഹി ആയിരുന്നു കേട്ടോ. ഏഷ്യൻ ഗെയിംസ് നടന്നതും കോമൺവെൽത്ത് കടന്ന എവിടെയാ? ന്യൂഡൽഹിയിൽ വെച്ചാണ്. 2010 ഇന്ത്യയിൽ വെച്ച് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് നാഷണൽ സ്പോർട്സ് ഇവന്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ക്രിക്കറ്റ്? കണ്ട, വീണ്ടും സ്പോർട്സ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ കൃത്യമായിട്ടും നമ്മുടെ സ്പോർട്സ് ഇവന്റുകളുടെ ട്രോഫി, കപ്പുകൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. കപ്പുണ്ടല്ലോ, നമ്മുടെ സ്പോർട്സ് ഇവന്റ് കപ്പുകളൊക്കെ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. സോ നമ്മളിതിലിപ്പോൾ ഇത് കാണുന്ന ഏത് ട്രോഫിയാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെടാത്തതെന്നാണ് ചോദ്യം. സോ ഇതിലിപ്പോൾ നമുക്ക് ഡിയോഡാർ ക്രിക്കറ്റാണ്, വിജയ് ഹസാരെ ക്രിക്കറ്റാണ്. എന്നാൽ ഡൂറൻഡ് കപ്പ് അല്ലേ, ഡൂറൻഡ് കപ്പ് ഫുട്ബോളാണ്. ഒരു പ്രത്യേക ഡൂറൻഡ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇത്. ഈ ഡൂറൻഡ് കപ്പ് 1888 ഡൂറൻഡ് കപ്പിന്റെ ആദ്യം ടൂർണമെന്റ് നടക്കുന്നത് അല്ലേ. അപ്പൊ അതൊരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. രഞ്ജി ട്രോഫി ആണെങ്കിലോ ക്രിക്കറ്റ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, ഡൂറൻഡ് കപ്പ് അല്ലെ. ഡൂറൻഡ് കപ്പ് ഒരു ഫുട്ബോൾ, ബാക്കിയെല്ലാം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ട്രോഫീസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, which of the following is a dance form that originate in Assam? ഓക്കെ, നമുക്ക് സ്ട്രാറ്റജിക്കൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. ഡാൻസ് ഫോംസ് ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോമുകൾ കേട്ടോ. അപ്പം അതിൽ നമുക്ക് മെയിനായിട്ടും പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. സോ ഇപ്പോൾ ഇതിൽ നമ്മൾ ചോദിച്ചത് ആസാമിലെ നൃത്തരൂപം അല്ലാത്തത് ഏത്? ആസാമിൻ്റെ നൃത്തരൂപം ഏത്? അത് സാത്രിയാണല്ലേ. സാത്രിയാണ് ആസാമിന്റെ. കാരണം ലാവണി മഹാരാഷ്ട്രയാണല്ലേ. മഹാരാഷ്ട്രയിലാണ് ലാവണി. ഛൗ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് ഒക്കെ വരും. ഗർഭ ഗുജറാത്താണ്. ഗുജറാത്തിന്റെ ഡാൻസ് ഫോം ആണ് ഗർഭ. സാത്രിയ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണല്ലേ. അല്ലെ,
ഒരു ക്ലാസിക്കൽ ഡാൻസ് കൂടിയാണ് ആര്? സത്രിയ. ആസാമിന്റെ ക്ലാസിക്കൽ ഡാൻസ് കൂടിയാണ് ഇത് സത്രിയ. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ദെൻ അടുത്ത ചോദ്യം, ഡാഷ് ഫെസ്റ്റിവൽ ഓഫ് സിക്കിം is known as ഭൂമി പൂജ or ചാന്ദി പൂജ. ഭൂമി പൂജ സിക്കിമിന്റെ ഏത് ഫെസ്റ്റിവലാണ് ഭൂമി പൂജ എന്ന് അറിയപ്പെടുന്നത്? ഏത് ഫെസ്റ്റിവലാണ് ഭൂമി പൂജ? അറിയോ? ഭൂമി പൂജ ഓക്കെ, അത് ഓപ്ഷൻ സി സക്കേവയാണ്. സക്കേവ അല്ലെങ്കിൽ സക്കേല എന്നും പറയും. സക്കേവ അഥവാ സക്കേല, സക്കേവ പൂജയാണ് ഭൂമി, നമ്മുടെ എർത്തിനെ, നമ്മുടെ ഭൂമിയെ പൂജിക്കുന്നത്. ആക്ച്വലി ഇതൊരു ട്രൈബലാണ്. നമ്മുടെ സിക്കിമിലെ കിറാത്ത് ഖംബു എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ, അവരുടെ ഒരു വർഷിപ്പാണ്, ഒരു ഭൂമിയെ വർഷിപ്പ് ചെയ്യുന്ന ഒരു പൂജയാണ് ഈ ഫെസ്റ്റിവൽ. ഓക്കെ, പിന്നെ അതുപോലെ ഇന്ദ്രജാത്ര ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ്. നമ്മുടെ നേപ്പാൾ സിക്കിം മേഖലയിൽ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ് ഇന്ദ്രജാത്ര. പിന്നെ ലോസർ ടിബറ്റന്റെ ന്യൂ ഇയർ, ടിബറ്റൻ ന്യൂ ഇയർ എന്നാണ് ഈ ഫെസ്റ്റിവൽ അറിയപ്പെടുന്നത്. അതുപോലെ വാങ്കാല നമ്മുടെ മേഘാലയയിലെ ഒരു ട്രൈബൽ ഫെസ്റ്റിവലാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്ട്രാറ്റജിക്കൽ ഒരു പ്രധാന ടോപ്പിക്കാണ് ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഫെസ്റ്റിവൽസ് പഠിക്കുക കേട്ടോ. അത് കൃത്യമായും പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഇന്ത്യയിലെ ഫെസ്റ്റിവൽസ്, റിലീജിയസ് ഫെസ്റ്റിവൽസ്, ട്രൈബൽ ഫെസ്റ്റിവൽസ്, ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽസ്, ഹോളി ഫെസ്റ്റിവൽസ്, ഇങ്ങനെ പല ടൈപ്പ് ഫെസ്റ്റിവൽ ഉണ്ട്. കൃത്യമായും ഈ സാധനം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ മെയിനായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? ചോദ്യം എസ്പിയുടെ നമുക്കൊരു ഫെസ്റ്റിവൽ എന്ന ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫെസ്റ്റിവൽ ഈസ് ഹെൽഡ് ഓൺ എ ന്യൂ മൂൺ ഡേ? താഴെ കൊടുത്ത ഏത് ഫെസ്റ്റിവലാണ് ന്യൂ മൂൺ? അതിന് നമുക്ക് തന്നെ ഇന്ത്യയിലെ ചില ഫെസ്റ്റിവൽസ് ഈ ന്യൂ മൂൺ, ഫുൾ മൂൺ ഡേയിലൊക്കെ, ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അമാവാസി. അതുപോലെ നമുക്ക് ഫുൾ മൂൺ ഡേയിലൊക്കെ പറഞ്ഞ ഫെസ്റ്റിവൽസ് ഉണ്ട്. ന്യൂ മൂൺ, ഫുൾ മൂൺ. ഇതിലിപ്പം ന്യൂ മൂണിൽ പറഞ്ഞ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മുടെ കാളി പൂജ അല്ലെങ്കിൽ ദീപാവലി. നമ്മുടെ ദീപാവലിയും കാളി പൂജ ഒരേ ദിവസമാണ്. കാളി പൂജ വെസ്റ്റ് ബംഗാളിലെ ഫെസ്റ്റിവലാണ്. വെസ്റ്റ് ബംഗാളിൽ വരുന്ന ഒരു ആഘോഷമാണ് കാളി പൂജ. സെയിം ഡേ നമ്മുടെ ഓൾ ഇന്ത്യ ദീപാവലിയും കാളി പൂജയും ഒരേ ദിവസമാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവൽസ് പരിചയപ്പെടുത്തി തരാം. കുറച്ച് ഫുൾ മൂൺ, ഇന്ത്യയിലുള്ള പ്രധാന കുറച്ച് ഫുൾ മൂൺ ഫെസ്റ്റിവൽസ് പറഞ്ഞുതരാം. അതിലൊന്നാണ് ഹോളി. ഹോളി ഒരു ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവലാണ്. രണ്ട് നമ്മുടെ ബുദ്ധ പൂർണിമ, നമ്മുടെ ബുദ്ധന്റെ ജന്മദിവസം, അത് തന്നെ ഉണ്ട് ബുദ്ധ പൂർണിമ. പൂർണിമ എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ മൂൺ. പിന്നെ മൂന്നാമത്തെയാണ് ഗുരുപൂർണിമ. അതുപോലെ നമ്മുടെ ഗുരു നാനാക്ക് ജയന്തി, നമ്മുടെ ഗുരുനാനാക്ക് അല്ലെ സിഖ് മതത്തിന്റെ സ്ഥാപകൻ ഗുരുനാനാക്ക് ജയന്തി. പിന്നെ നമ്മുടെ രക്ഷാബന്ധൻ. ഇതെല്ലാം ഫുൾ മൂൺ ഡേയിൽ വരുന്ന ഫെസ്റ്റിവൽസ്. ഏത്? ഹോളി, ബുദ്ധ പൂർണിമ, ഗുരു പൂർണിമ, ഗുരുനാനാക്ക് ജയന്തി, രക്ഷാബന്ധൻ. ഇതൊക്കെ എന്താണ്? ഫുൾ മൂൺ ഡേയിൽ വരുന്ന ഫെസ്റ്റിവൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഫുൾ മൂണിൽ ഈ 5 ഫെസ്റ്റിവൽ പഠിച്ചു വെക്കുക. ന്യൂ മൂണിൽ നമ്മുടെ ദീപാവലി ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ.
അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് തമിഴ് ഡിക്ലെയർഡ് ആസ് എ ക്ലാസിക്കൽ ലാംഗ്വേജ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഏത് വർഷമാണ് തമിഴിനെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയി ഡിക്ലെയർ ചെയ്തത്? ഏത് വർഷമാണ് തമിഴിനെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ലാംഗ്വേജ് ഡിക്ലെയർ ചെയ്ത വർഷം? ഏത് വർഷമാണ്? തമിഴാണ് നമ്മുടെ ഇന്ത്യയിൽ ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കിട്ടുന്ന ഫസ്റ്റ് ലാംഗ്വേജ്. അതുകൊണ്ടാണ് ഒരു വർഷം ചോദിച്ചത്. ആക്ച്വലി ടോട്ടലി ഇന്ത്യയിൽ 11 ലാംഗ്വേജിന് ക്ലാസിക്കൽ പദവി ഉണ്ട്. അതായിരിക്കും അറിയോ 11? അത് ഫസ്റ്റ് തമിഴാണ്. രണ്ടാമത് സംസ്കൃതം, 3 തെലുങ്ക്, 4 കന്നഡ, 5 നമ്മുടെ മലയാളം, 6 ഒഡിയ, 7 പ്രാകൃത്, 8 പാലി, 9 ബംഗാളി, 10 മറാത്തി, 11 അസാമീസ്. ഈ 11 ഭാഷകൾക്കാണ് എന്തുള്ളത്? ക്ലാസിക്കൽ പദവി ഉള്ളത്. ഇതില് ഫസ്റ്റ് ആയിട്ട് ക്ലാസിക്കൽ പദവി കിട്ടിയത് തമിഴിനാണ്. 2004 തമിഴിന് കിട്ടിയത്. കേട്ടാ, 2004 തമിഴിന് എന്ത് ലഭിച്ചത്? ക്ലാസിക്കൽ പദവി ലഭിച്ചത്. കേട്ടാ. നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, The Goom Monastery is located in എവിടെയാണ് ഗൂം മൊണാസ്ട്രി? എവിടെയെന്നറിയോ ഗൂം പറഞ്ഞത്? ഓപ്ഷൻ ഡി ഡാർജിലിംഗ്. നമ്മുടെ ഡാർജിലിംഗിലാണ് നമ്മുടെ എന്തിരിക്കുന്നത്? ഗൂം മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം മൊണാസ്ട്രി ഉണ്ട്. ഇപ്പം ലഡാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊണാസ്ട്രിയാണ് നമ്മുടെ ഹെമിസ് മൊണാസ്ട്രി. ഹെമിസ് മൊണാസ്ട്രി എവിടെയാ? ലഡാക്കാണ്. നമ്മുടെ സിക്കിമിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മൊണാസ്ട്രിയാണ് പോങ്ഡോങ് മൊണാസ്ട്രി. പോങ്ഡോങ്. അരുണാചലിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മൊണാസ്ട്രിയാണ് തവാങ് മൊണാസ്ട്രി. തവാങ് എവിടെയാണ്? ഓക്കെ. അപ്പൊ അതിൽ ഡാർജിലിംഗിൽ വരുന്ന ഒരു പ്രധാന മൊണാസ്ട്രി ആണ് ഏത്? ഈ ഗൂം മൊണാസ്ട്രി. ഞാൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. അടുത്ത ചോദ്യം, which of the following folk dances is performed by men in ഹരിയാന? ഹരിയാനയിലെ പുരുഷന്മാർ കളിക്കുന്ന ഡാൻസ് കണ്ട. നമുക്ക് വീണ്ടും ഡാൻസ് ആണല്ലേ വരുന്ന ഡാൻസ്. ഹരിയാനയില് പുരുഷന്മാർ കളിക്കുന്ന ഡാൻസ് ഏതാണ്? ഓക്കെ, നോക്കടാ. യെസ് ആൻസർ ഓപ്ഷൻ ഡി ഗുഗ്ഗയാണ്. ഗുഗ്ഗ ഹരിയാനയിലാണ്. ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് ഏത്? ഗുഗ്ഗ. കേട്ടാ. അതുപോലെ
നമ്മുടെ ഗൂമർ എവിടെയെന്ന് അറിയോ? ഗൂമർ നമ്മുടെ രാജസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡാൻസ് ഫോമാണ് ഗൂമർ വളരെ ട്രൈബൽ ഒരു രാജസ്ഥാനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രൈബൽ ഡാൻസ് കൂടിയാണ് ഇത് ഗൂമർ ഡാൻസ്. അതുപോലെ ഗിദ്ദ എവിടത്തെന്ന് ചോദിച്ചാൽ ഗിദ്ദ നമ്മുടെ പഞ്ചാബിലെ ഡാൻസ് ഫോമാണ് ഗിദ്ദ. ജതജദിൻ ബീഹാറിലെ. അതാണ് പറയുന്നത്, നമ്മൾ ഈ ഡാൻസ് ഫോംസുകൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇപ്പൊ നമ്മളിപ്പോ ഈ കാണുന്ന ഡാൻസ് എല്ലാം വളരെ ഫേമസ് ആയ എന്താണ് ഡാൻസുകളാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം വീണ്ടും ഒരു ഡാൻസ് ആണ്, ദ ഫോക്ക് ഡാൻസ് ഓഫ് മിസോറാമിന്റെ ഫോക്ക് ഡാൻസ് ഏതാണ്? മിസോറാമിന്റെ ഡാൻസ് ഫോം. ഓപ്ഷൻ ഡി ചെറാവ് ആണ് മിസോറാമിന്റെ ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതില് ഡുംഹൽ നമ്മുടെ ജമ്മു കാശ്മീര് ഒരു ഡാൻസ് ഫോമാണ് ഡുംഹൽ. ജൗ നമ്മൾ നേരത്തെ പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. കോലി മഹാരാഷ്ട്രയിലെ ഫോക്ക് ഡാൻസ് ആണ് കോലി. ചെറാവ് വരുന്നത് മിസോറാമിന്റെ ഫോക്ക് ഡാൻസ് ആണ്. ഇത് ചെറാവ് ഡാൻസ് ഫോം. അപ്പൊ ഡാൻസ് ഫോംസ് കൃത്യമായി പറഞ്ഞ പോലെ എന്താണ് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്നൊരു മേഖലയാണ് ഇത് നമ്മുടെ ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. യെസ്, ഒരു ഫെസ്റ്റിവൽ ആണ്. തുസു ഈസ് ദി ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഏത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് തുസു? ഏത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് തുസു? അറിയോ? തുസു ആക്ച്വലി ഒരു മകരസംക്രാന്തി ആഘോഷമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് എന്ത്? ഈ മകര സംക്രാന്തി എന്ന് പറയും. ആ ദിവസം ഇന്ത്യയിൽ പലയിടത്തും പല പേരുകളിലാണ് ഈ ഫെസ്റ്റിവൽ അറിയപ്പെടുന്നത്. തുസു എന്ന പേരിലാണ് ഇത് ജാർഖണ്ഡിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ജാർഖണ്ഡിന്റെ എന്താണ് ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് തുസു. ആരുടെയാണ്? ജാർഖണ്ഡിന്റെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് എന്ത്? തുസു എന്ന് പറയുന്നത്. ജാർഖണ്ഡിന്റെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? തുസു. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ തുസു എവിടത്തെയാണ്? തുസു ജാർഖണ്ഡിന്റെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. വെൻ ഈസ് വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റ്? എന്നാണ് വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഈ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സുകൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഡേറ്റ്സുകളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് ഡേറ്റ്സുകളും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ഡേറ്റുകൾ പഠിച്ചു വെക്കുക. സോ എന്നാണ് വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റ് എന്ന് ചോദിച്ചാൽ അത് ജൂലൈ 11 ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നാണ് ജൂലൈ 11. ഓക്കെ, അടുത്ത ചോദ്യം. ഉസ്താദ് അംജാദ് അലി ഖാൻ പ്ലേസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്? ഓക്കെ, നമുക്ക് ഈ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ മ്യൂസിക്കൽസും അതുപോലെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന എക്സ്പോണൻസ് കേട്ടോ. സോ വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ഇതാണ് കേട്ടോ, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്കാർ. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഫേമസ് ആയ അംജാദ് അലി ഖാൻ ആണ്. അംജാദ് അലി ഖാൻ ഏത് ഇൻസ്ട്രുമെന്റ് വായിക്കുമെന്നാണ് ചോദ്യം. സോ അംജാദ് അലി ഖാൻ വായിക്കുന്നത്
സാരോദാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാരോദ് പ്ലേലിസ്റ്റ് കേട്ടാ. ഒരു സാരോദ് പ്ലേലിസ്റ്റ് ആണ് ആര്? ഉസ്താദ് അംജാദ് അലി ഖാൻ. ഓക്കെ, then അടുത്ത ചോദ്യം, yes, which of the following is India's first ആർട്ടിക് റിസർച്ച് സ്റ്റേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിക് റിസർച്ച് സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിക് റിസർച്ച് സ്റ്റേഷൻ, സോ അത് ഓപ്ഷൻ സി ഹിമാദ്രിയാണ്. ഹിമാദ്രിയാണ് 2008 ഇന്ത്യ ആർട്ടിക്കിൽ സ്ഥാപിക്കുന്ന ആദ്യത്തെ എന്താണ് റിസർച്ച് സ്റ്റേഷൻ. ഇനി നമ്മുടെ ഓപ്ഷനിൽ ബാക്കി മൂന്നും ഇല്ലേ? അതായത് ഭാരതി, മൈത്രി, ഗംഗോത്രി, ഇത് മൂന്നും ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചതാണ്. അതിൽ ദക്ഷിണ ഗംഗോത്രിയാണ് ആദ്യത്തത്. 1983 ദക്ഷിണ ഗംഗോത്രി അവരെന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത് 1983. അത് കഴിഞ്ഞ് വന്ന രണ്ടെണ്ണമാണ് മൈത്രിയും ഭാരതിയും കേട്ടോ. മൈത്രിയും ഭാരതിയുമാണ് അത് കഴിഞ്ഞ് വരുന്ന രണ്ട് റിസർച്ച് സ്റ്റേഷൻസ് കേട്ടോ. അതിൽ ഹിമാദ്രിയാണ് ആർട്ടിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ എന്താണ് റിസർച്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്തത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണ് ഇന്ത്യയുടെ ഫോറസ്റ്റ് റിസർച്ച്? എവിടെയാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? യെസ്, അത് ഓപ്ഷൻ ഡി, ഡെറാഡൂണിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കലംകാരി പെയിന്റ് ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ് കലംകാരി പെയിന്റ്? ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ കുറെ ഫോക്ക് പെയിന്റിങ്സ് ഉണ്ട്. കൃത്യമായിട്ടും അത് പഠിച്ചു വെക്കുക. ഏകദേശം ഒരു 8-10 ഉള്ളൂ. അത് പഠിച്ചു വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ കിട്ടും. സോ ഏത് സ്റ്റേറ്റിന്റെ ഫോക്ക് പെയിന്റിംഗ് ആണ് കലംകാരി എന്ന് ചോദിച്ചാൽ, കലംകാരി ആന്ധ്രാപ്രദേശിന്റെ പെയിന്റിങ്. ആന്ധ്രാപ്രദേശിന്റെ ഫോക്ക് പെയിന്റിംഗ് ആണ് ഇത് കലംകാരി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഇതിൽ ഓപ്ഷൻ കിടക്കുന്ന നമ്മുടെ മഹാരാഷ്ട്രയ്ക്കും ഒഡീഷയിലൊക്കെ ഉണ്ട് കേട്ടോ. മഹാരാഷ്ട്രയുടെ ഫോക്ക് പെയിന്റിംഗ് ആണ് വാർലി. ഒഡീഷയുടെ ഫോക്ക് പെയിന്റിംഗ് ആണ് പദചിത്ര കേട്ടോ. വളരെ പ്രധാനപ്പെട്ട എന്താണ് ഫോക്ക് പെയിന്റിങ്സുകളാണ് കേട്ടോ. കലംകാരി എവിടെയാണ്? കലംകാരി ആന്ധ്രാപ്രദേശിന്റെ ഫോക്ക് പെയിന്റിംഗ് ആണ് ഇത് കലംകാരി. ഇതുപോലുള്ള ഫോക്ക് പെയിന്റിങ്സ് ഉണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോക്ക് പെയിന്റിങ്സ് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, so the following musical instrument is known as മംഗൽവാദ്യ. ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനാണ് മംഗൽവാദി എന്ന് വിശേഷിപ്പിക്കുന്നത്? ഈ മംഗൽവാദ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? നമ്മുടെ ഈ കല്യാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. നമ്മുടെ കല്യാണത്തിനൊക്കെ ഉണ്ടല്ലോ, കല്യാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. ഇതിപ്പോ ഇതിലേത് ഇൻസ്ട്രുമെന്റാണ് കല്യാണത്തിന് ഉപയോഗിക്കുന്നത് അറിയാം? അത് നമ്മുടെ ഷെഹനായി ആണല്ലേ. നമ്മുടെ ഷെഹനായി നാദസ്വരമൊക്കെ അല്ലെ. ഷെഹനായി നാദസ്വരമൊക്കെ മംഗൽവാദികളാണ്, കല്യാണത്തിന് ഉപയോഗിക്കുന്ന എന്താണ് ഇൻസ്ട്രുമെന്റുകളാണ് ഷെഹനായും നാദസ്വരവും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഗോവ ഈസ്? ഗോവയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്? എന്താണെന്നറിയോ ഗോവയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്? ഗോവയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓപ്ഷൻ സി
കൊങ്കണി. നമ്മുടെ കൊങ്കണിയാണ് ഗോവയുടെ എന്തായി വരുന്നത്, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി വരുന്നത് കേട്ടോ. ഗോവയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്, കൊങ്കണി കേട്ടോ. അടുത്ത ചോദ്യം, വേർ വാസ് ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സെറ്റപ്പ്? ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ എവിടെ നിന്നറിയോ? ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്, യെസ്, അത് ഓപ്ഷൻ എ താരാപൂറിലാണ്. താരാപൂറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അത് 1969 താരാപൂർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. താരാപൂർ മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ പ്ലാന്റ് ആണ് ഇത്, താരാപൂർ. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ, ആക്ച്വലി ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് മുംബൈ പോർട്ടാണ്. മുംബൈ പോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട്. പക്ഷെ നമ്മുടെ ചോദ്യം കണ്ടെയ്നർ പോർട്ട് എന്നാണ്. സോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു പോർട്ട് അഥവാ നവശവ പോർട്ട് എന്ന് പറയും. ഈ പോർട്ടിന്റെ മറ്റൊരു പേരാണ് നവശവ. ഇത് നമ്മുടെ മഹാരാഷ്ട്രയിലാണ് ഈ പോർട്ട് ഇരിക്കുന്നത്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട്. ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് ഇതാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദി ഗ്രേറ്റ് ലേക്സ് ഓഫ് നോർത്ത് അമേരിക്ക? യെസ്, നമ്മുടെ നോർത്ത് അമേരിക്കയിലെ ഗ്രേറ്റ് 5 ലേക്സിൽ വരാത്ത ലേക്ക് എന്നാണ് ചോദ്യം. നമ്മുടെ ഈ നോർത്ത് അമേരിക്കയിലുണ്ടല്ലോ, നമ്മുടെ നോർത്ത് അമേരിക്കയിൽ 5 ലേക്കുകളുണ്ട്. നമ്മുടെ ഗ്രേറ്റ് 5 ലേക്സ്. അതിൽ പെടാത്ത ലേക്ക് എന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ ഡി വിക്ടോറിയയാണ്. വിക്ടോറിയ ലേക്ക് ആഫ്രിക്കയിലാണ്. നമ്മുടെ ആഫ്രിക്കയിലാണ് ഈ ഒരു ലേക്ക് വരുന്നത്. ഇത് 3ആണ്. അതിലിനി 2 പേരുണ്ട്, ഒണ്ടാരിയോ ലേക്കും അതുപോലെ മിഷിഗം. അങ്ങനെ ഈ 5 പേരാണ് ഗ്രേറ്റ് 5 ലേക്സ്. ഗ്രേറ്റ് 5 ലേക്സുകൾ ഹുറോൺ, സുപ്പീരിയർ, ഐർ, ഒണ്ടാരിയോ, മിഷിഗം. ഒരു നോർത്ത് അമേരിക്കയിലെ ഗ്രേറ്റ് 5 ലേക്സ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, വേർ വാസ് ദി ഫസ്റ്റ് സിമന്റ് ഫാക്ടറി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറിയാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി 1904 നമ്മുടെ ചെന്നൈയിൽ, അത് പഴയ മദ്രാസ്, നമ്മുടെ ചെന്നൈയിലാണ് വരുന്നത് കേട്ടോ. ചെന്നൈയിലാണ് 1904 ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലുള്ള നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറീസ് ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായും പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഫാക്ടറികൾ കേട്ടോ, സിമന്റ് ഫാക്ടറി, കോട്ടൺ ഫാക്ടറി ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ കൃത്യമായിട്ട് ആ സാധനം പഠിച്ചു വെക്കുക. The next question, in which state of India shifting cultivation known as Bringa? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെയാണ് ബ്രിങ്ക എന്ന് വിശേഷിപ്പിക്കുന്നത്? ബ്രിങ്ക. ഓക്കെ, ബ്രിങ്ക എവിടത്തെയാണ്? അപ്പൊ നമുക്ക് ഇതുപോലെ ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഉണ്ട്. അത് പല പേരുകളിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ബ്രിങ്ക ഒഡീഷയുടെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ് ബ്രിങ്ക കേട്ടോ. ബ്രിങ്ക എവിടത്തെയാണ്? ഒഡീഷയുടെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ് എന്ത്, ബ്രിങ്ക എന്ന് പറയുന്നത്. ബ്രിങ്ക കേട്ടോ, എവിടത്തെയാണ്? ഒഡീഷയുടെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അടുത്ത ചോദ്യം, വേർ ഈസ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ്? എവിടെയാണ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്?
ഇവിടെ എന്നറിയോ? കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അത് ഓപ്ഷൻ സി. ഇതുപോലുള്ള ഇന്ത്യയിൽ കുറെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇതിപ്പോൾ പൊട്ടറ്റോ ആണ്. അതുപോലെ പലതും വരും. ഇപ്പം നേരെ നമ്മൾ ഫോറസ്റ്റ് കണ്ടു അല്ലെ, അതുപോലെ പലതും ഉണ്ട്. അതിൽ ഷിംലയിലാണ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഷിംല കേട്ടോ. ഓപ്ഷൻ സി ഷിംലയിലാണ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനിൽ എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ടൈപ്പ് നമുക്ക് ഇത് മൊത്തം നമ്മൾ പ്രീവിയസ് ഇയർ അപ്പം കണ്ടല്ലോ. ഇതിലിപ്പോൾ കുറച്ച് ടൈപ്പുകൾ നമ്മൾ കണ്ടല്ലേ. ഡാൻസ് ഫോം, ഫെസ്റ്റിവല്, സ്പോർട്സ് റിലേറ്റ് ചെയ്തുള്ള, അല്ലാതെ സ്റ്റാറ്റിക്കലി ഉള്ള കുറച്ച് കാര്യങ്ങൾ. ഇങ്ങനെയുള്ള നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്. അതിന് നമ്മൾ മെയിനായിട്ട് ആദ്യം ഞാൻ ഈ പറയുന്ന കുറച്ച് ടോപ്പിക്സുകൾ നോക്കണം. അത് കഴിഞ്ഞ് കൃത്യമായിട്ടും അതെന്ത് ചെയ്യുക, നല്ലപോലെ വായിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജിയുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ അടുത്തൊരു സെഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.